മറിയം തോമസ് ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ കുട്ടികളുടെ സമ്മേളനമാണല്ലോ. ഈ അനുഗ്രഹീത സമയം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കുട്ടികളായ നമുക്ക് പകർന്നു നൽകുന്ന ഏറ്റവും മഹത്തായ പ്രസ്ഥാനമാണ് സൺഡേ സ്കൂൾ. സൺഡേ സ്കൂളിന്റെ ആരംഭം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ തെരുവോരങ്ങളിൽ ഓടിക്കളിച്ച് നടന്ന കുട്ടികളെ ചേർത്ത് റോബർട്ട് റെക്സ് എന്ന വ്യക്തി ആരംഭിച്ച പ്രസ്ഥാനമാണ് സൺഡേ സ്കൂൾ. കുട്ടികളെ ദൈവവചന പ്രബുദ്ധതയിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിക്കുവാൻ ഇടയായി. ബാലഹൃദയങ്ങളിൽ ദൈവവചനം പകർന്നു നൽകുന്ന ഇതുപോലൊരു പ്രസ്ഥാനം ലോകത്തിലില്ല. ദൈവവചനം പഠിച്ച കുട്ടികളുടെ ജീവിതം ക്രമീകൃതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതുമൂലം സാധിക്കുന്നു. ഉപദേശ സത്യങ്ങൾ വിട്ടുകളയാതെ ലഘൂകരിക്കാതെ അത് നമ്മിൽ ഓരോരുത്തരിലും എത്തിച്ചേരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാൻ ഇതുമൂലം സാധിക്കുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. സദൃശവാക്യം 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷണങ്ങൾ നമ്മൾ പ്രായമായാലും മറക്കയില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന ചൊല്ല് അർത്ഥമാക്കുന്നത് ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന നല്ല ശീലങ്ങൾ നമ്മൾ മരണം വരെ മറക്കില്ലെന്നാണ്. ബാലൻ സ്വയമായി അഭ്യസിക്കാനല്ല വചനം പറയുന്നത്, അവനെ മറ്റുള്ളവർ അഭ്യസിപ്പിക്കാനാണ് തിരുവചനം പറയുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴി ദൈവവചനത്തിലൂടെയാണ്. കർത്താവ് യോഹന്നാൻ 14:6 ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവാകുന്ന വഴിയിലും സത്യത്തിലും ജീവനിലും നടക്കുവാൻ ബാലനെ അഭ്യസിപ്പിക്കണമെന്നാണ് സദൃശവാക്യത്തിലും പറയുന്നത്. അത് തന്നെയാണ് സൺഡേ സ്കൂൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. എവിടെ സന്തോഷം ലഭിക്കുമോ അവിടേക്ക് മനുഷ്യൻ ഓടുകയാണ്. സംഗീതം, നൃത്തം, സിനിമ, ലഹരി, അങ്ങനെ. എന്നാൽ ഇതൊന്നും മനുഷ്യന് നിത്യമായ സന്തോഷം നൽകുന്നില്ല. അല്പനേരത്തേക്ക് സന്തോഷം ലഭിച്ചുവെന്ന് തോന്നും, പിന്നീട് അത് വലിയ ദുഃഖത്തിന് തന്നെ അത് കാരണമായി തീരാം. അതായത് ലോകം തരുന്ന സന്തോഷം നൈമിഷികമാണ്. ഈ കൊറോണ കാലം നോക്കൂ, എത്ര ആളുകളാണ് സന്തോഷിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നത്. എത്രയോ പ്രശസ്തരായ വ്യക്തികളാണ് സന്തോഷം തേടി ലഹരികൾക്ക് അടിമകളായി ആത്മഹത്യ ചെയ്യുന്നത്. എവിടെ സന്തോഷം ലഭിക്കുമെന്നുള്ളത് അവരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം മാത്രമാണ്. എന്നാൽ നമുക്കറിയാം എവിടെ സന്തോഷം ലഭിക്കുമെന്ന്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതെ, കർത്താവിൽ മാത്രമേ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കൂ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഫിലിപ്പർ 4:4, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അതെ, കർത്താവിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കൂ. ഈ മീറ്റിംഗിൽ ആയിരിക്കുമ്പോൾ എത്രയോ സന്തോഷമാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. കർത്താവിൽ സന്തോഷിക്കുവാൻ പറഞ്ഞത് പൗലോസ് അപ്പോസ്തലനാണ്. അതും കാരാഗൃഹത്തിൽ ഏകനായി കിടന്നുകൊണ്ട്. മാനുഷികമായി ഒരു നിലയിലും സന്തോഷിക്കുവാൻ സാധിക്കാത്ത സ്ഥലമാണ് കാരാഗൃഹം. എന്നാൽ അവിടെയും പൗലോസ് കർത്താവിൽ സന്തോഷിക്കുവാണ്. നമുക്കും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും സന്തോഷിക്കുവാൻ സാധിക്കട്ടെ. നമ്മൾ ഈ മീറ്റിംഗിലായിരിക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. ബൈബിളിൽ കർത്താവിൽ സന്തോഷിക്കുവാൻ അനവധി കാരണങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 1, നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സന്തോഷിക്കാം. ലൂക്കോസ് 10:20 അങ്ങനെ കാണുന്നു. എന്താണ് സ്വർഗത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത്. എങ്ങനെയാണ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത്? അത് സംഭവിക്കുന്നത് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടുമ്പോഴാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പേരും ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കൂ. വെളിപ്പാട് 20:15 ഇങ്ങനെ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് നമ്മുടെ പേരും സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കാൻ നമുക്ക് സന്തോഷിക്കാം.
ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് 1 പത്രോസ് 4:13 പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുവിൻ. രക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തുവിനായി ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ഉപദ്രവം ഉണ്ടാകും. ഒരു പക്ഷേ നാം സ്കൂളുകളിൽ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുമ്പോൾ കൂട്ടുകാർ നമ്മെ പരിഹസിച്ചു വന്നു വരാം. അതുപോലെ തന്നെ സൺഡേ സ്കൂളിൽ പോകുമ്പോഴും ഇത് തന്നെ സംഭവിച്ചു എന്ന് വരാം. മാനസികമായി അപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകാം. എന്നാൽ ബൈബിൾ പറയുന്നു, അപ്പോഴും നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. കാരണം കൂട്ടുകാർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് നാം സന്തോഷിക്കണം. നിശ്ചയമായും കർത്താവ് നമുക്ക് പ്രതിഫലം നൽകും. ഇനി മൂന്നാമതായി പറയുന്നത് റോമർ 12:12 ഇങ്ങനെ കാണുന്നു, ആശയിൽ സന്തോഷിക്കുവിൻ. എന്താണ് നമ്മുടെ പ്രത്യാശ? അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതെ, കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോയിരിക്കുകയാണ്. അവിടുന്ന് വേഗം മടങ്ങി വരും. യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു, 1 തെസ്സലോനിക്കർ 4:16-17 കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതേ കൂട്ടുകാരെ, എത്ര വലിയ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നത്. പണ്ടുള്ളവർ പറയുമായിരുന്നു ചെകുത്താനും കടലിനും നടുവിലാണ്. എന്നാൽ ഇന്ന് ചെകുത്താനും കടലിനും മാത്രമല്ല, 4 ചുറ്റും പ്രതിസന്ധികളാണ്. ഒരു വശത്ത് കോവിഡ്, മറുവശത്ത് മഴ അതിന്റെ കെടുതികൾ, വേറൊരു വശത്ത് ജോലി സാധ്യതയുടെ ബുദ്ധിമുട്ട്, മറ്റൊരു വശത്ത് അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്. എന്നാൽ അപ്പോഴും ബൈബിൾ പറയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും വാതിലുകൾ എല്ലാം അടഞ്ഞു എന്നൊരു നിരാശ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മുടെ പേരിൽ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സന്തോഷിക്കാം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കാം. പ്രത്യാശയിൽ സന്തോഷിക്കാം. അങ്ങനെ സന്തോഷ പരിപൂർണമായ ഒരു ജീവിതം നമുക്ക് ഏവർക്കും നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലിഡിയ, നല്ലൊരു മെസ്സേജ് ആയിരുന്നു. വണ്ടർഫുൾ മെസ്സേജ്. ഗോഡ് ബ്ലെസ് യു. നല്ലൊരു കയ്യടി കൊടുത്തേ നമ്മുടെ ലിഡിയ മോളിന്. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. യെസ്, വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ കിഡ്സിന്റെ ഇനി നല്ല പ്രോഗ്രാം ഉണ്ട്. അപ്പം ബാക്കിയുള്ള കിഡ്സ് ജസ്റ്റ് ഗെറ്റ് റെഡി. ഓക്കെ, നൗ ഐ വെൽക്കം the director of Excel Ministries, Pastor Anil Ilandur, for the next session. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ?